ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 231 ദിവസമാണ്. ഇന്ന് 602 എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം സമയബോധം എന്നത് മാനസാന്തരത്തിന്റെ ലക്ഷണം ആണ്. സമയബോധം എന്നത് മാനസാന്തരത്തിന്റെ ലക്ഷണം ആണ്. അതിനു വേണ്ടിയിട്ട് നിരീശ്വരവാദിയായിരുന്ന ഒരു ഗ്രീഗറി എന്ന ധനികന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് എത്തിനോക്കാം. അപ്പോൾ നമുക്ക് വളരെ ക്ലിയറായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സമയബോധം എന്നത് മാനസാന്തരത്തിന്റെ ലക്ഷണം ആണ് എന്നത്. ഗ്രിഗറി ധ്യാനത്തിനായി ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അമ്പരക്കുന്നു. എന്താണെന്നോ എത്ര നേരമുണ്ടെന്നോ അറിയില്ല. മാനസാന്തരം വന്നെങ്കിൽ നല്ലത് എന്ന് അവരെല്ലാം അടക്കം പറയുന്നു. ഗ്രിഗറിയെ അറിയുന്ന ആരും അദ്ദേഹം ധ്യാനത്തിന് പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. ഉത്തര കേരളത്തിലെ കുടിയേറ്റ മേഖലയിൽ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനും നിരീശ്വരവാദിയുമായിരുന്ന ഗ്രിഗറി ഇന്ന് ധ്യാനത്തിനായി പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും കുടുംബാംഗങ്ങൾ പിറുപിറുക്കും. അത് സത്യം തന്നെ. ചില അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ചില കേസുകളിലും നിലവിൽ നിൽക്കുന്നു. പാവങ്ങളെ സഹായിക്കുവാൻ എന്ന പേരിൽ ഭൂമി കയ്യേറ്റം നടത്തിയിരുന്നു. സമ്പത്തും സ്വാധീനവും ഉണ്ടായിരുന്ന ഗ്രിഗറിയോട് എല്ലാ നേതാക്കൾക്കും ബന്ധം നിലനിർത്തുവാൻ യത്നിച്ചിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്കും അത് അറിയുവാൻ സാധിക്കും. ഇന്ന് കാലം ഏറെ മാറി, ഗ്രിഗറി മാറിയെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ലോകം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ഞാൻ നോക്കാറില്ല. എന്നാൽ എനിക്ക് ലോകത്തോട് ചിലത് പറയുവാനുണ്ട് എന്ന് ഗ്രിഗറി പറയുന്നു. ഗ്രിഗറി പറഞ്ഞു തുടങ്ങിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മഹിമകളിലല്ല ജാള്യതകളിലാണ് തൻ്റെ കഥയുടെ ആരംഭം എന്ന് ഗ്രിഗറി പറയുന്നു. സമൂഹത്തിൻ്റെ നേതൃ പദവിയിൽ ഇരിക്കുമ്പോൾ ആരും അറിയപ്പെടാത്ത ചില ജീവിത രീതികൾ ഉണ്ടായിരുന്നുവെന്ന് ഗ്രിഗറി തുറന്ന് സമ്മതിക്കുന്നു. ഗ്രിഗറി ഒരിക്കൽ ഒരു ധ്യാനകേന്ദ്രം സന്ദർശിക്കുവാൻ പോയി. തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിക്കുവാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നറിയുവാനാണ് അദ്ദേഹം അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ഉള്ളിൽ നിന്നും 10 കൽപ്പനകളെ ആസ്പദമാക്കി ഒരു വൈദികൻ പ്രസംഗിക്കുന്നതായാണ് അദ്ദേഹം കണ്ടത്. തൻ്റെ സാന്നിധ്യം അറിയിച്ചതിന് ശേഷം മടങ്ങിപ്പോരുവാൻ എത്തിയ ഗ്രിഗറി ധ്യാനകേന്ദ്രത്തിലെ പ്രസംഗപീഠത്തിലേക്ക് നോക്കി. യുവകോമളനായ ഒരു വൈദികൻ നിന്ന് പ്രസംഗിക്കുന്നതാണ് അദ്ദേഹം അവിടെ കണ്ടത്. ആ വൈദികൻ 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, കൽപ്പനകൾ പ്രമാണിക്കുന്നതിലും നല്ലത് സ്നേഹിക്കുക ആണ് എന്ന്. ആത്മാർത്ഥമായി ആരെയും സ്നേഹിക്കാത്ത, തൻ്റെ സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മാത്രം ആളുകളോട് ബന്ധപ്പെടുകയും ചെയ്യുന്ന ഗ്രിഗറിക്ക് പ്രസംഗം കേൾക്കാൻ താല്പര്യം കൂടി. എന്തുകൊണ്ടായിരിക്കാം? യുവാവായ ഈ വൈദികൻ സാമ്പത്തിക ലാഭം ഉള്ള മറ്റു പല ജോലികളും വേണ്ടെന്ന് വെച്ച് പ്രേക്ഷിത ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ വൈദികൻ സുന്ദരനാണെങ്കിലും പഠിക്കുവാൻ താല്പര്യമില്ലാത്തവനായിരിക്കാം. എന്നാൽ എന്തോ ഒരു പ്രത്യേകത ആ വൈദികന് ഉണ്ടല്ലോ. ഒട്ടേറെ ചോദ്യങ്ങൾ ഗ്രിഗറിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒന്നും ശ്രവിക്കുവാൻ തോന്നിയില്ല. എന്നാൽ ഓരോ കൽപ്പനയെക്കുറിച്ചും വൈദികൻ നൽകിയ വിശദീകരണം കേട്ടപ്പോൾ എല്ലാ കൽപ്പനകളും ലംഘിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് താനായിരിക്കുമെന്ന് ഗ്രിഗറിയുടെ ഉള്ളിൽ തോന്നി. അപ്പോൾ വൈദികൻ പറയുകയാണ്, എല്ലാ കൽപ്പനകളും ലംഘിക്കുന്നവർക്കും യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനം വാങ്ങാം എന്ന്. ഏകദേശം 1 മണിക്കൂർ അവിടെ ഇരുന്ന് ധ്യാന പ്രസംഗം കേട്ടു. ഇടവേളയിൽ വൈദികനെ പരിചയപ്പെടുവാൻ പോയി. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതിനു ശേഷം MBA ബിരുദവും നേടിയ വ്യക്തിയാണ് യുവ വൈദികനെന്ന് മനസ്സിലായി. ഉച്ചവരെയുള്ള ധ്യാനത്തിൽ പങ്കെടുത്തത് മിനിറ്റുകൾ പിന്നിട്ടതുപോലെ ഗ്രിഗറിക്ക് തോന്നി. വൈദികന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ബിസിനസ് എല്ലാം കപടമാണ്, കൽപ്പനകളെ ലംഘിക്കുന്നവനാണ് ഞാൻ. എല്ലാം ഉപേക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി നേടിയതെല്ലാം വൃഥാവിലാണെന്നും അവയ്ക്ക് നിലനിൽപ്പില്ലെന്നും മനസ്സിലാക്കി ഗ്രിഗറി ചില തീരുമാനങ്ങൾ
അവിടെ ഇരുന്ന് ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് എടുത്തു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യുവവൈദികൻ ക്രമേണ ഗ്രീക്കരുടെ ജീവിതത്തിലേക്ക് ഉള്ളറിയുന്ന ക്രിസ്തുവിന്റെ കരങ്ങളിലാണ് തന്റെ ജീവിതം എന്ന ബോധ്യം നൽകിയപ്പോൾ ഗ്രിഗറി കരയുവാൻ തുടങ്ങി. കൽപ്പനകൾ ലംഘിക്കാതെ ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാവുന്ന പ്രവൃത്തികളിൽ മാത്രം ഏർപ്പെടണമെന്നും വൈദികൻ ഗ്രിഗറിയെ ഉപദേശിച്ചു. തീരുമാനങ്ങൾക്ക് ശേഷം സമർപ്പണ പ്രാർത്ഥന ചൊല്ലി മടങ്ങിയ ഗ്രിഗറിയെയാണ് ഈ വീട്ടുകാരും നാട്ടുകാരും പിന്നീട് കാണുന്നത്. ഇന്ന് ഗ്രിഗറി ഏറെ മാറിയിരിക്കുന്നു. ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്തുന്ന ഗ്രിഗറി ധ്യാനയോഗങ്ങൾ നയിക്കുന്നു. അങ്ങനെയൊരു ധ്യാന യോഗത്തിനായി ഒരുങ്ങുമ്പോഴാണ് എത്ര കാലം മാനസാന്തരമുണ്ടെന്നറിയില്ല എന്ന് ബന്ധുക്കൾ അടക്കം പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ഗ്രിഗറി കൂടുതൽ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തുടങ്ങിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. രൂപാന്തരപ്പെട്ട ഗ്രിഗറി പല പ്രസ്ഥാനങ്ങളിൽ നിന്നും പിന്മാറി ഏത് തീരുമാനമെടുക്കുന്നതിനും മുൻപായി പ്രാർത്ഥിക്കും. തൻ്റെ നേട്ടമല്ല, സ്വർഗത്തിന് നേട്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നവനാവും സ്വയം കണ്ടെത്തുന്നവനായും ഗ്രിഗറി മാറിയിരിക്കുന്നു. അതായത് തൻ്റെ നേട്ടത്തിന് മാത്രമല്ല, തൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല, സ്വർഗത്തിന് നേട്ടമുള്ള പ്രവൃത്തി ചെയ്യുവാനായും സ്വയം കണ്ടെത്തുവാനായും ഗ്രിഗറി മാറി കഴിഞ്ഞതായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പിന്നീട് മനസ്സിലാക്കുവാൻ സാധിച്ചു. നേരം പോകുവാൻ വിഷമമുണ്ടെന്ന് പറയുന്നവരോടും സമയം കളയുവാൻ യാത്ര ചെയ്യുന്നവരോടും ഗ്രിഗറി പറയുന്നു, ആർക്കും അധ്വാനിപ്പാൻ കഴിയാത്ത രാത്രി വരുന്നു, ആയതിനാൽ ഇപ്പോൾ അധ്വാനിക്കുവീൻ. ഗ്രിഗറിയുടെ പ്രവർത്തനത്താൽ അനേകം സ്കൂൾ കുട്ടികൾ യേശുവിനെ അറിയുന്നു. ജാതി മതഭേദമന്യേ അനേകർ യേശുവിൻ്റെ വചനം പഠിക്കുന്നു, വിശ്വസിക്കുന്നു. നമുക്കും അനുകരിക്കാവുന്ന മാതൃകയാണിത്. സ്വയം കളയാതെ യേശു ക്രിസ്തുവിനായി നമ്മുടെ സമയം നമുക്ക് ചെലവഴിക്കാം. സമയബോധം മാനസാന്തരത്തിൻ്റെ ലക്ഷണമാണ്. സമയബോധം എന്നത് മാനസാന്തരത്തിൻ്റെ ലക്ഷണം ആണ്. ഈ ഗ്രിഗറി എന്ന വ്യക്തിയിലൂടെ നാം ഇപ്പോൾ മനസ്സിലാക്കിയത് വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. എന്നാൽ ഓൾ ആർ ദി വിക്ടിം ഓഫ് ദി ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ 100% ശരിയാണ്. കാരണം സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ആ ഗ്രിഗറി തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ ഒന്നുകൂടി വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് ആ ദേവാലയത്തിൽ നിന്നും എന്തെങ്കിലും പുതിയ ടെക്നിക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെന്നവൻ ആ വചനപ്രഘോഷണം കേട്ട് മാനസാന്തരപ്പെടുന്നതായാണ് നാം ഇവിടെ കാണുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 16:6 പ്രകാരം പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് ആർക്കും പോകുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ 13 വാക്യങ്ങളുണ്ട്. അത് സ്നേഹത്തെക്കുറിച്ച് ഉള്ള വിശകലനമാണ് അതിലെഴുതിയിരിക്കുന്നത്. അത് സ്നേഹം എന്താണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അത് നാം ഓരോരുത്തരും കൃത്യമായി വായിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ 10 കൽപ്പനയേക്കാൾ നല്ലത്, 10 കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ നല്ലത് മനുഷ്യരെ സ്നേഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകുമെന്ന് ഈ ഗ്രിഗറി കേട്ട ആ വൈദികനിലൂടെ ഗ്രിഗറിക്ക് മനസ്സിലായ കാര്യം എത്രയോ സത്യമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.